എൻ്റെ പേര് സുജ. ഞാനിവിടെ 35 വർഷം കൊണ്ട് ഭോപ്പാലിലാണ്. ഞങ്ങൾ വന്ന ടൈമിൽ 89 തൊട്ട് സെന്നിച്ചാനെയും ഷൈനിമാമയെ അറിയുന്നു. ഞങ്ങൾ അന്ന് ഫാമിലി ഫ്രണ്ട്സായിട്ട് ആയിരുന്നു. ഇപ്പോൾ അവർ വെളിയിൽ വന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് കുര്യൻ, പുള്ളിക്കാരന് 20 വർഷം ഗൾഫിലായിരുന്നു. എനിക്ക് 2 പെൺമക്കളുടെ 2 പേരുടെയും മാര്യേജ് കഴിഞ്ഞു. ആൾ വിജയവാഡയിൽ, അവൾക്കൊരു മോളുണ്ട്. ഇളയ മോള് ബാംഗ്ലൂരിൽ, അവൾക്കൊരു കുഞ്ഞിപ്പം 2 മാസമായി. കൊച്ചുമോളെ കെട്ടിയേക്കുന്നത് അച്ഛനാണ്. മോളുടെ ഹസ്ബൻഡ് വിജയവാഡയിലെ ഗവൺമെൻറ് സർവീസാണ്. പിന്നെ ഞാൻ ഫോറസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഇനി 3 വർഷം കൂടെ സർവീസുണ്ട്. ഇവരെ സെന്നിച്ചാനെയും ഷൈനിമാമയും കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. സുജയുടെ നാട്ടിലുള്ള ഫാമിലിയെ പറ്റി പറയാമോ? അച്ഛൻ, വലിയപ്പച്ചൻ, നാട്ടിലെ ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു. പിന്നെ എൻ്റെ ഫാദറും മദറും മരിച്ചു. എടപ്പാവൂരാണ് വീട്. എൻ്റെ കൊച്ചമ്മയുടെ വീട് മല്ലപ്പള്ളിയിൽ. അങ്ങനെയാണ് ഞങ്ങൾ, കൊച്ചമ്മയുടെ ചേട്ടൻ്റെ മോളാണ് ഷൈനിമാമ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടത്. നാട്ടിലെ MTH സൈരൂരിലാണ് ഞാൻ പഠിച്ചത്. സജിയെ പറ്റി പറഞ്ഞ സജിയുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് കല്ലുപ്പാറയാണ്. ഞാൻ 1981 ഭോപ്പാലിൽ വന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ എൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ ഒരു 20 വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭോപ്പാലിൽ വന്ന് ഞാനിപ്പോൾ ഒരു സുമോലസ് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഭോപ്പാലിൽ. ഇങ്ങനെ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുന്നു. എൻ്റെ 2 പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, അവരുടെ കല്യാണം കഴിച്ചു. ഇപ്പം ഞങ്ങൾ 2 പേരുമേ ഉള്ളൂ വീട്ടിൽ. ഇവരൊക്കെ ഞങ്ങളെ കാണാൻ വരുന്നതൊക്കെ വളരെ സന്തോഷം. ഇന്നലെ ഞങ്ങളെ ഓർത്ത് വിടലിൽ കാണാൻ വരുന്നല്ലോ, വളരെ വളരെ സന്തോഷം. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ദൈവകൃപയാൽ ഞങ്ങളൊക്കെ ജീവിക്കുന്നു. ഇനി ഇവര് വന്നാൽ ഇവിടെ വരണം, ഞങ്ങളെ കാണണം. അതിയായ സന്തോഷം. സജി സൗദിയിൽ പോയത് ഏത് കമ്പനിയിലോട്ടാണ്? എവിടെയൊക്കെ ആയിരുന്നു? ഞാൻ തമീമി എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് പോയത്. അൽക്കോബ. 20 വർഷം. പിന്നെ ഈ കമ്പനിയിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാൻ കാര്യം? ഞാൻ ഇവിടെ വന്ന് 6 മാസം, മിസ്സസിന് ഗവൺമെന്റ് ജോലിയാണല്ലോ, ഞാനിവിടെ 6 മാസം ചുമ്മാ ഇരുന്നു. നേരെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ധാരണ, ഇവൻ ഗൾഫിൽ നിന്ന് വന്നതിന്റെ വലിയ പൈസ ഉണ്ടല്ലോ എന്നൊക്കെ കണ്ട് ഞാൻ ഒരു ഹിന്ദിക്കാരുടെ കൂടെ പാർട്ണർഷിപ്പിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയാൽ അങ്ങനെ. ഞാൻ കമ്പനിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ 10-14 വർഷമായി ഇതുവരെ നല്ല രീതിയിൽ ഓടുന്നു. 3-4 ജോലിക്കാരുണ്ട് കൂടെ, കുഴപ്പമൊന്നുമില്ല. ഈ വീട് വെച്ചതിനെ പറ്റി ഒരു ചരിത്രം പറഞ്ഞു. മിനൽ ഹോംസിൽ എങ്ങനെ ഈ വീട്? ഞാൻ മിനൽ ഹോംസില് ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാനിവിടെ പ്ലോട്ട് മേടിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ 12th ആയി കഴിഞ്ഞപ്പോൾ ഇവൾ എന്നോട് നിർബന്ധിച്ചു, ഗൾഫിൽ നിന്ന് പോരെ, നമുക്കിതൊക്കെ ഉള്ളതൊക്കെ മതി ഇനി പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഗൾഫിൽ നിന്ന് ജോലി കളഞ്ഞ് പോരുന്നതാണ്. പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീട് വെച്ചു. ഞാൻ വന്നത് ഒരു കണക്ക് ദൈവകൃപകൾ നല്ലതായി പോയി. അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഇതുപോലൊരു വീട് വെക്കാനോ എടുക്കുകയോ ഒന്നും നടക്കത്തില്ല. എല്ലാം ദൈവ ഇഷ്ടം പോലെ നടന്നു. വീട് വെച്ചു, പിള്ളേരെല്ലാം നല്ല രീതിയിൽ പഠിപ്പിക്കാനെത്തു. അവരെല്ലാം ഇപ്പം നല്ല നിലയിലാണ്. എനിക്ക് വളരെ വളരെ സന്തോഷം കഴിയും. ഞാനിവിടെ ഓർത്തഡോക്സ് പള്ളിയിലാണ് പോകുന്നത്. അശോകാട് ഓർത്തഡോക്സ് പള്ളിയിലാണ്. എടപ്പാവൂർ മർത്തോമ പള്ളിയിലാണ് പുള്ളി. ഞാൻ കല്ലൂപ്പാറ ഓർത്തഡോക്സ് പള്ളിയിലാണ്. അച്ഛൻ കോന്നി MJ മാത്യു അച്ഛൻ. വലിയ പള്ളിയാണല്ലോ. 480 ഇടവകയുള്ള ഒരു പള്ളിയാണ്. ഒരു പള്ളി അവിടെ 2 പള്ളി ഓർത്തഡോക്സ്. കോളാറ് പള്ളി. ഇത് അശോകാണ് അല്ലേ? അശോകാണ്. ഇപ്പൊ BHLൊക്കെ ഉണ്ടോ അവിടെ? BHLൊക്കെ ഉണ്ടോ? BHLൊക്കെ അത് കർമ്മചാരികൾ കുറവാണ്. എന്റെ ഇളയ മരുമോന് അച്ഛനാണ്. ഏത് പള്ളിയാ? ഓർത്തഡോക്സ് പള്ളിയാ. ചന്ദ്രപൂർ. ചന്ദ്രപൂരൊക്കെ അറിയാം, നല്ല സ്ഥലങ്ങളാണ്. ഇനി ഭോപ്പാലില് അടുത്തുള്ള കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളൊക്കെ സാധാരണ വീക്കെൻഡൊക്കെ പോകാറുള്ള അല്ലെങ്കിൽ
ലേക്ക് വ്യൂ വൻവിഹാർ ഇതൊക്കെയാണ് ഭോപ്പാലിൽ പണ്ട് കാണുന്നത്. പഴയ അത് തന്നെയാണ്. ആ അത് തന്നെയാണ്, അതൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കൂടുതലായിട്ട് ഒത്തിരി ഡെവലപ്മെന്റ് ആയിട്ടുണ്ട് ഭോപ്പാലില്. ഇപ്പം മെട്രോ ഒക്കെ ആയി. ഓക്കെ ഓക്കെ. നമ്മള് പരിചയപ്പെടുന്നതിന് മുമ്പ് പരിചയത്ത് സംസാരം നിർത്തുന്നതിന് 2 ലൈൻ ഒരു പാട്ടൊക്കെ പാടിയാണ്. താങ്ക് യു. ഒരു 2 ലൈൻ പാടിയാണ്. സജി കൂടിയോ? അനുഗ്രഹത്തിനാധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ അനുദിനം നീൻ പാദം ഗതിയെ അടിയാനു നിൻ കൃപ മതിയെ. താങ്ക് യു.